നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് UDF-നെ അറിയിച്ചതായും മോൻസ്. ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിൽ അർഹമായ പ്രാതിനിധ്യമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP-യെ തകർക്കാനുള്ള ശ്രമങ്ങൾ ശക്തം. ഇളങ്കുളത്തിന് ഉത്സവ ദിനങ്ങൾ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവം തുടങ്ങി. ഫെബ്രുവരി 3 വരെ ഉത്സവ ബലി ചടങ്ങുകൾ. റോഡ് സുരക്ഷാ മാസാചരണത്തിന് സമാപനം. കോട്ടയത്ത് റോഡ് സുരക്ഷാ റാലി. വാർത്തകൾ വിശദമായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് UDF-നെ അറിയിച്ചിട്ടുണ്ടെന്നും കോട്ടയത്ത് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന 10 സീറ്റുകളിലും മത്സരിക്കണമെന്ന ആവശ്യം UDF-നെ അറിയിച്ചിട്ടുണ്ടെന്നും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിലവിൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. സീറ്റ് ചർച്ചകൾ നിലവിൽ ആശാവഹമായിട്ടാണ് പുരോഗമിക്കുന്നത്. കോൺഗ്രസ് പ്രതികരിക്കാത്ത ഈ വിഷയത്തിൽ വരുന്ന ചർച്ചകൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും അദ്ദേഹം ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോട്ടയം DCCO, കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിന് ഏതെങ്കിലും സീറ്റ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പം എല്ലാ പാർട്ടിയിലും പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കാൻ ആഗ്രഹിക്കും. അവർ സ്വാഭാവികമായി ഏതെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുവാൻ ശ്രമിക്കും. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ആദ്യം കാണുന്നുള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു തർക്ക വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം UDF-ന്റെ ചർച്ചയിൽ വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. ചർച്ചയിൽ UDF-ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസം. ജയസാധ്യത മുൻനിർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉണ്ടാകുക. ഇതിനാൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മോൻസ് ജോസഫ് MLA പറഞ്ഞു. അതേസമയം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫും അറിയിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക, VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വിജയിപ്പിക്കുക, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള സ്വീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. SNDP-യെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 3 പതിറ്റാണ്ടിലേറെയായി ജനറൽ സെക്രട്ടറിയായി യോഗത്തെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് സ്വീകരണം നൽകി. പിന്നോക്ക വിഭാഗത്തിലെ പ്രബല വിഭാഗമായിട്ടും SNDP-ക്ക് ലഭിക്കേണ്ട അർഹമായ പരിഗണന ഭരണ സംവിധാനത്തിൽ ലഭിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഗുരുമന്ദിരങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും കർണാടകത്തിൽ ഗുരുമന്ദിരം പണിയാൻ 2 ലക്ഷം രൂപ നൽകിയതായും വെള്ളാപ്പള്ളി പറഞ്ഞു. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരങ്ങൾ, ആ മുദ്രാവാക്യം എന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗുരുമന്ദിരങ്ങൾക്കെല്ലാം സർക്കാർ ഗ്രാന്റ് തരണ്ടല്ലേ? എന്തുകൊണ്ട് തന്നൂടാ? കാരണം ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം ഗുരുവിൻ്റെ ദർശനമാണ്. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് കിട്ടാൻ അർഹനാണ്. പാവങ്ങളുടെ കണ്ണീർ ഒപ്പിയതുകൊണ്ടാണ് നമുക്ക് അംഗീകാരം ലഭിച്ചതെന്നും തന്റെ ബഹുമതി സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാം പ്രാർത്ഥന, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കിട്ടിയതെല്ലാം നമ്മുടെ സമുദായത്തിനാണ്, അല്ല എനിക്കല്ല കിട്ടിയത്, സമുദായത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കിട്ടിയ ആ പത്മഭൂഷൺ എന്ന അവാർഡ് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച് തന്ന ഒരു അവാർഡ്. അത് നിങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്, എനിക്കല്ല, സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ എന്ത് ചെയ്യാനും ഞാൻ സീറോ. നിങ്ങളെല്ലാം എൻ്റെ കണ്ണികളായിട്ട് ചേർന്നപ്പോഴാണ് ഞാൻ ഹീറോ ആയത്. അപ്പം എന്നെ ഹീറോ ആക്കാൻ നിങ്ങളെല്ലാം കണ്ണികളായി ചേർന്നു. അതുകൊണ്ട് ഇത് അംഗീകരിച്ചു. അത് ഈ അംഗീകരിക്കത്തിൻ്റെ കൂട്ടായ്മയുടെ കൂട്ടായ നമ്മുടെ പ്രവർത്തനമാണ്. അത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഗുരുപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
SNDPയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തെ SNDP യോഗത്തിന്റെ തീർത്ഥാടന കേന്ദ്രമായും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മലബാറിൽ നിന്നും എത്തുന്ന ശിവഗിരി തീർത്ഥാടകർ നാഗമ്പടം ക്ഷേത്രം സന്ദർശിച്ചു പോകണമെന്ന് നിർദ്ദേശിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം കോട്ടയം യൂണിയൻ ജനറൽ കൺവീനർ സുരേഷ് പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ, കോട്ടയം യൂണിയൻ ജോയിന്റ് കൺവീനർ V ശശികുമാർ, ജനറൽ കൺവീനർ S ദേവരാജൻ, SD പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. തന്ത്രി പുലിയന്നൂർ മന നാരായണൻ അനുജൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഫെബ്രുവരി 3 വരെ എല്ലാ ദിവസവും പകൽ ക്ഷേത്രത്തിൽ ഉത്സവബലി ചടങ്ങുകൾ നടക്കും. നാടിന് ഉത്സവഛായ പകർന്ന് ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. അമൃതകലശം കൈയിലേന്തി ഐശ്വര്യദായകനായി ഗൃഹസ്ഥാശ്രമി ഭാവത്തിൽ ദേശാധിപനായ ശ്രീ ധർമ്മശാസ്താവാണ് ഇവിടെ വാണരുളുന്നത്. 800 വർഷങ്ങൾക്ക് മുൻപേ ദേവചൈതന്യത്തെ ഇവിടെ ആരാധിച്ചു പോന്നിരുന്നുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മന നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. 6ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 3 വരെ രാവിലെ ഉത്സവബലി നടക്കും. ഇന്ന് രാവിലെ നടന്ന ഉത്സവബലി കണ്ടുതൊഴാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തി. ഫെബ്രുവരി 4-ാം തീയതി ബുധനാഴ്ചയാണ് പള്ളിവേട്ട. 5-ന് ആറാട്ടിന് ശേഷം കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന് സമാപനം. സമാപനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് റോഡ് സുരക്ഷാ റാലി നടത്തി. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കേരള മോട്ടോർ വാഹന വകുപ്പ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കോട്ടയത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ, നഗരത്തിലെ പ്രധാന ഡീലർഷിപ്പുകൾ ചേർന്ന് 1 മാസക്കാലമായി നീണ്ടുനിന്ന വിവിധ ക്യാമ്പയിനുകൾ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നേത്ര പരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അവസാന ദിവസമായ ഇന്ന് രാവിലെ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ നിന്നും നഗരം ചുറ്റി റോഡ് സുരക്ഷാ റാലി നടത്തി. കോട്ടയത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ റാലിയിൽ അണിനിരന്നു. അമിത വേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഓവർലോഡ്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത് തുടങ്ങിയ നിയമലംഘനങ്ങളെ സംബന്ധിച്ച ഫ്ലോട്ടുകൾ റാലിയിൽ അണിനിരന്നു. കളക്ടറേറ്റിൽ നിന്നും ആരംഭിച്ച റാലി അഡീഷണൽ SP വിശ്വനാഥൻ AK ഫ്ളാഗ് ഓഫ് ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തമ്പി KR, രാജേഷ് കുമാർ KR, മെൽവിൻ ക്ലീറ്റസ്, സുനിൽ കുമാർ, നിബിൻ മോഹൻ, സജിത്ത് PS, ജോസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്ു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുതിച്ചു കയറിയതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 6,320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയായി. തുടർച്ചയായ 2ാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത്. ഗ്രാമിന് 790 രൂപ കുറഞ്ഞ് 14,720 രൂപയായി. ഡിസംബർ 23-ന് 1 ലക്ഷം കടന്ന സ്വർണ്ണവില കുതിപ്പ് തുടരുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ മടിക്കുകയാണ്. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. NSS യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് MS മോഹൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. രാജേന്ദ്ര സിംഗ് നോട്ടീസ് ഏറ്റുവാങ്ങി. തലപ്പാടി നസ്രത്ത് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാടിന്റെ ശ്രദ്ധ നേടുന്നു. നിർധന കുടുംബത്തിന് വീട് വയ്ക്കുന്നതിനായുള്ള ധനസമാഹരണം തുടങ്ങി. യുവജന സംഘത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും കോട്ടയത്ത് നടന്നു. തലപ്പാടി നസ്രത്ത് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്നു. 1950-ലാണ് നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം രൂപീകരിച്ചത്. സഖ്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് അലൈവ് എന്ന പരിപാടിയിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണിവർ. വീടില്ലാത്ത നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനുള്ള ധനസമാഹരണത്തിലാണ് നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം. ഇതിനായി ഇന്ന് രാത്രി കോട്ടയം മാമൻമാപ്പിള ഹാളിൽ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാമൻമാപ്പിള ഹാളിൽ കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരം രാവിലെ നടന്നു. നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കാളികളായി. കുഞ്ഞുങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക പ്രതിബദ്ധതയുള്ള പുതുതലമുറയെ വാർത്തെടുക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഫാദർ എബ്രഹാം C. മാത്യു പറഞ്ഞു. തലപ്പാടി നസ്രത്ത് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് എലൈവ് എന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്രകാരം ഇന്ന് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ചിത്രരചനയും പെയിന്റിംഗ് കോമ്പറ്റീഷനും നടത്തപ്പെട്ടത്. ഇതിന്റെ ഒരു ഉദ്ദേശം സാമൂഹികമായിട്ട് ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ തന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിവുകളെ അവരെ കുറച്ചുകൂടെ പ്രകാശിപ്പിക്കുവാനായിട്ടൊക്കെ ഈ ഒരു പ്രോഗ്രാം ആഗ്രഹിക്കുകയാവുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇവിടെ നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളിൽ ലഭിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള വരുമാനം നമ്മുടെ സമൂഹത്തിൽ ഇടമില്ലാത്ത ഒരു കുട്ടിക്ക് ഇടം ഒരുക്കുക എന്നുള്ളതാണ്. പാർപ്പിടമില്ലാത്ത ഒരാൾക്ക് പാർപ്പിടം ഒരുക്കുക എന്നുള്ളതും ഒരു കരുതലിന്റെ വലിയൊരു സന്ദേശം ഇതിലൂടെ പങ്കുവെക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാവുന്നു.
നിർധന കുടുംബത്തിന് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നോട്ടും ഉണ്ടാകുമെന്നും നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം ഭാരവാഹികൾ പറയുന്നു. 1950 സ്ഥാപിതമായ തലപ്പാടി നസ്രത്ത് മാർത്തോമ യൂണിവേഴ്സിറ്റിക്കും ചാരിറ്റി പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ക്രിസ്തീയ ഗാനസന്ധ്യയിൽ ഇമ്മാനുവൽ ഹെൻറി സംഘം അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ഗാനസന്ധ്യ ഒരു കൊച്ചിന് വീട് വെക്കുക എന്നുള്ള വലിയ ഉദ്യമത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഏകദേശം 10 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ 2026 യൂത്ത് ലൈവിലൂടെ ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള ഈ സമയത്ത് ഈ നാടിൻ മൊത്തം ഈ ഒരു ഞങ്ങളുടെ പ്രൊജക്റ്റിൽ സഹായിച്ചു. ജാതിമത ഭേദമന്യേ പലരും ഇതിൻ്റെ സ്പോൺസേഴ്സായി സഹായിച്ചു. എല്ലാവരോടുമുള്ള ഈ സമയത്ത് നന്ദി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യുവജനങ്ങൾ രക്തദാനം ജീവിതശൈലിയായി ഏറ്റെടുക്കണമെന്ന് പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ പോളിടെക്നിക് കോളേജിൽ നടന്ന സന്നദ്ധ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. യുവജനങ്ങൾ രക്തദാനം ജീവിതശൈലിയായി ഏറ്റെടുക്കണമെന്ന് പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം. രക്തദാനത്തിന് ആവശ്യക്കാർ കൂടുതലും ദാനം ചെയ്യുന്നവർ വളരെ കുറവുമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ രക്തത്തിന് വേണ്ടി ഓടി നടക്കുന്നവർക്ക് വേണ്ടത്ര സഹായം ലഭിക്കൂ എന്നുള്ളതെന്നും അവർ പറഞ്ഞു. പാലാ പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലാ ബോയ്സ്മെൻ ക്ലബിന്റെയും ബ്ലഡ് ഫോറത്തിന്റെയും സഹകരണത്തോടെ കോളേജിൽ നടത്തിയ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. പ്രിൻസിപ്പൽ റീനു ബി ജോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തെക്കാമ്പറ്റം രക്തദാന സന്ദേശവും പാലാ ബോയ്സ്മെൻ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഇഗ്നേഷ്യസ് കോര മുഖ്യപ്രഭാഷണവും നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അംബ്ലി CP, അസിസ്റ്റന്റ് ഓഫീസർ ജെയിംസ് സുകുട്ടി, ബോയ്സ്മെൻ ക്ലബ് സെക്രട്ടറി ടോമി ജോസഫ്, ട്രഷറർ തങ്കച്ചൻ കാപ്പൻ, പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജീവ് വട്ടക്കാനായിൽ, ഷാജി തകടിയേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലാ മരീൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്. ക്യാമ്പിൽ 50ഓളം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് UDF-നെ അറിയിച്ചതായും മോൻസ്. ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിൽ അർഹമായ പ്രാതിനിധ്യമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP-യെ തകർക്കാനുള്ള ശ്രമങ്ങൾ ശക്തം. ഇളങ്കുളത്തിന് ഉത്സവ ദിനങ്ങൾ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവം തുടങ്ങി. ഫെബ്രുവരി 3 വരെ ഉത്സവ ബലി ചടങ്ങുകൾ. റോഡ് സുരക്ഷാ മാസാചരണത്തിന് സമാപനം. കോട്ടയത്ത് റോഡ് സുരക്ഷാ റാലി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.